ജീവനക്കാർ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, വ്യാപാരി വ്യവസായ സമിതിയുടെയും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും ഭാരവാഹികൾ, അതുപോലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ, അതുപോലെ ബസ് ഓണേഴ്സ് യൂണിയൻ, ഓട്ടോ യൂണിയനുകളുടെ പ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വളരെ നാളുകളായുള്ള കാഞ്ഞങ്ങാട് എത്തിച്ചേരുന്നവരും അതുപോലെ കാഞ്ഞങ്ങാട് നിവാസികളുമായിട്ടുള്ള ആളുകളുടെ ഒരു ആവശ്യമായിരുന്നു ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് യാർഡ്. മഴക്കാലം വളരെ കൂടുതലായിട്ടുള്ള ഒരു നാടാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ടാറിംഗ് പ്രവൃത്തികൾ എത്ര തന്നെ ചെയ്താലും അത് ഒരു മഴക്കാലം കഴിയുമ്പോഴത്തേക്കും കേടുപാടുകൾ സംഭവിക്കുന്ന ഒരവസ്ഥയിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, ബസ്സുകൾ നിരന്തരം ഒരു ദിവസം നൂറുകണക്കിന് ബസ്സുകൾ കയറി ഇറങ്ങുകയും പാർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം എന്നുള്ള രൂപത്തിൽ വളരെയധികം മോശമായ അവസ്ഥയിലായിരുന്നു ബസ് സ്റ്റാൻഡ് യാർഡിൻ്റെ ഒരു സ്ഥിതി. അത് പരിഹരിക്കുന്നതിന് നമ്മൾ 2 വർഷത്തിലധികമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്, അത് ആരംഭിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇത്രയും പണം ചെലവഴിച്ച്, കാരണം 65 ലക്ഷം രൂപയാണ് നമ്മൾ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് നാറ്റ്പാക്കിനെ സമീപിക്കുകയും നാറ്റ്പാക്ക് എന്ന ഏജൻസി അതിന് വേണ്ടുന്ന സ്ട്രക്ചറൽ ഡിസൈൻ ഇവിടെ വന്ന് അതിൻ്റെ സർവേ നടത്തി തയ്യാറാക്കി തരികയും ചെയ്തു. അതിനുശേഷമാണ് ഇതിൻ്റെ അംഗീകാരം ലഭിക്കുകയും ഭരണ സാങ്കേതിക അനുമതി ലഭിക്കുകയും ഇതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോവുകയും ഇന്ന് ഏറ്റവും മനോഹരമായി ഈ ഒരു ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്ത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയും ചെയ്യുന്നത്. കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, കാസർഗോഡാണ് ജില്ലാ ആസ്ഥാനമെങ്കിൽ പോലും ഏറ്റവും അധികം ജനങ്ങൾ എല്ലാ അവസരങ്ങളിലും, ഉത്സവാഘോഷ സീസണുകളിലും ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി എത്തിച്ചേരുന്ന ഒരു ഇടമാണ് കാഞ്ഞങ്ങാട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഗതാഗത പ്രശ്നങ്ങൾ വലിയ രൂപത്തിൽ നമ്മുടെ നാട്ടിലുണ്ടാകാറുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘട്ടഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോന്നായി നഗരസഭ നടത്തി വരികയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടയാളപ്പെടുത്തലുകൾ ഈ ഒരു ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്ന തരത്തിലുള്ളതിലേക്കും നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെയാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു പ്രവർത്തനവും. ഇത് വൃത്തിയായി സംരക്ഷിക്കുക, മറ്റ് മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിലേക്ക് ഇത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇവിടെ എത്തിച്ചേരുന്നവരും ഇത് ഉപയോഗിക്കുന്നവരുമായിട്ടുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. ഇതിന് സമീപത്തു കൂടി ഒരു നടപ്പാത നമ്മൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിന് ടൈല് പാകുന്നതും അതിൻ്റെ കൈവരികൾ നിർമ്മിക്കുന്നതുമായിട്ടുള്ള പ്രവൃത്തി നടക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ ഈ യാർഡിനകത്ത് പൂർണ്ണമായും വെളിച്ചം ലഭ്യമാകുന്ന രൂപത്തിലുള്ള ഒരു മിനിമാസ്റ്റ് ലൈറ്റിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അത് സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അത് ഞങ്ങൾക്ക് ഏറ്റവും മികച്ചതായി നടത്തുന്നതിനുള്ള ഒരു ഊർജമായിരുന്നു. പലപ്പോഴും എതിർപ്പുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെ ഇത് പൂർത്തിയാക്കണം എന്നുള്ള വാശിയോടുകൂടി തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനകത്ത് 2 ഉത്സവ സീസണുകൾ ഈ പ്രവൃത്തിയുടെ ഭാഗമായിട്ടുള്ള കാലഘട്ടത്തിൽ വന്നു. അപ്പോഴൊക്കെയും തന്നെ ഏറ്റവും മികച്ച കാഞ്ഞങ്ങാടിൻ്റെ പോലീസ് സംവിധാനം ഉൾപ്പെടെ, ട്രാഫിക് സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് വ്യാപാരികളായാലും ഇവിടെ എത്തിച്ചേരുന്ന ഗുണഭോക്താക്കളായാലും ഇവിടെ താൽക്കാലികമായി എത്തിച്ചേർന്ന കച്ചവടക്കാരായാലും എല്ലാവരും, നാട്ടുകാരായാലും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുന്നതിന് നഗരസഭയോടൊപ്പം നിന്നു എന്നുള്ളത് ഹൃദയത്തോട് ചേർത്ത് ആ നന്ദി എല്ലാവർക്കും കൂടി